ഉണ്ടയുടെ സമയത്ത് സിംഗ് സൗണ്ട് ആണല്ലോ, അപ്പൊ സൈലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ ആൾ ഒരേ ശബ്ദം കേൾക്കുന്നു. അപ്പൊ അഭിരാം പറയും വേറെ ആരല്ല എന്റെ ഹൃദയം അടിക്കണതാ. മമ്മൂക്കാട് മുഖത്ത് നോക്കുമ്പോ വടക്കം വീരാതെ മുതലുള്ള ക്യാരക്ടേഴ്സ് ഓർമ്മ വരും. അതുപോലെയായിരുന്നില്ല, വേറെ പടം മാറ്റി. നമ്മൾ ഷൈൻചേട്ടന്റെ സ്ഥിരം ഇന്റർവ്യൂല് അടുപ്പിച്ച് ഇത്രയും സിനിമകളിൽ സ്ഥിരം നമ്മൾ കാണുന്നു. അപ്പൊ പ്രേക്ഷകർ ചിലപ്പം ഈ റോൾ അതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ഇത് അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇത്. ഇന്റർവ്യൂ കൊടുക്കണത് നിർത്താം. ഇന്റർവ്യൂ മാത്രല്ല ഞാൻ പറഞ്ഞു, ജനറലി നമ്മൾ അടുപ്പിച്ച് നമ്മൾ പ്രേക്ഷകർ നമ്മളെ കാണും. ആയിരക്കണക്കിന് ഇന്റർവ്യൂ ആയി, ആൾക്കാർ ബോറടിയാ. ഇവരൊക്കെ നമ്മളെ ഓടിപ്പിക്കാതിരുന്ന് ഭാഗ്യം. ഈ വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി പാട്ട് ഓർമ്മ വരുന്നേ, ഇവരുടെ ആ ഒരു ഡാൻസ് അല്ലേ, പോലീസാണ് പട്ടാളാണ് വ്യത്യാസമല്ലേ? അതെ, ആ വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ ആ ഒരു സെറ്റപ്പ് ഒക്കെ നമ്മൾ അങ്ങനത്തെ ഒരു സോങ് കാണുമ്പോ ഓർമ്മ വരും. ഇതിലും ഒരു മിലിറ്ററി ചായയുള്ള ഒരു യൂണിഫോം വരുന്നുണ്ട്. അത് ക്യാമ്പാണല്ലോ. 70 ദിവസമാണ് ഷൂട്ട് ചെയ്ത സിനിമ. 100 ദിവസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ 100 ദിവസവും ഷൂട്ട് ചെയ്തിട്ടില്ല. അത് പുറത്തുപോയി ചെയ്തല്ലേ? സാധാരണ നമ്മളൊക്കെ കാണുന്ന പോലീസുകാരൻ തന്നെയാണ്. അപ്പൊ അതിൽ വ്യത്യാസം ചിരിച്ചിട്ട് പറയണം അങ്ങനെ. എന്തൊക്കെ അറിയണം. തുണ്ടാണ് പുതിയ വിശേഷം. പോലീസുകാരായിട്ടാണ് 4 പേരും എത്തുന്നത്. അതില് ഗോകുലൻ ചേട്ടൻ്റെ ഒരു അല്ലു അർജുന്റെ സ്റ്റൈൽ ഒരു സ്റ്റെപ്പൊക്കെ ആയിട്ടൊരു പരിപാടിയൊക്കെ കണ്ടു നിങ്ങളെ തല്ലുമാലയ്ക്ക് ശേഷം. പാവങ്ങളുടെ അല്ലു അർജുൻ. പാവങ്ങളുടെ അല്ലു അർജുൻ അതിവിടുന്ന് തന്നെ തുടങ്ങി. അങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെ രണ്ടുപേരെയാണല്ലോ മെയിൻ ആയിട്ട് കാണുന്നത്. നിങ്ങളുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ വേറൊരു സെഷനിലാണ്. കണ്ടിട്ടില്ല. പോലീസ് വേറൊരു സ്ഥലത്താണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? നന്നായിരുന്നു. ഞാൻ കുറച്ചുണ്ടായിരുന്നല്ലോ, പക്ഷെ അതിമനോഹരമായിട്ട് ചെയ്തു. മനോഹരമൊന്നും അങ്ങനെ വ്യക്തമായിട്ട് പറയാതായിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് ഞാൻ ആ സോങ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് തല്ല് പോലെയല്ലേ നമ്മൾ ഫസ്റ്റ് ചെയ്ത സോങ്ങില്ലേ, അതിന്റെ സ്പീഡ് അതിന് സ്പീഡായിരുന്നു. ഇത് പിന്നെ ഹെവി ആയിട്ട്. പിന്നെ ഞാൻ കളിക്കേണ്ടിയിരുന്നത് ഒരു 50 ഡാൻസേഴ്സ് ഉണ്ട്. അവരൊക്കെ റെഡിയാക്കി വരണം. അവർ റെഡിയാണ്, അവരെല്ലാം പ്രൊഫഷണൽസ് ആണ്. പിന്നെ അപ്പൊ അതിന്റെ ടെൻഷൻ ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത. ചെയ്യാൻ ഇഷ്ടല്ലേ വിജയുടെ ഒക്കെ പോലെയുള്ള ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ, ഡാൻസ് കഴിഞ്ഞ് വീഡിയോ കണ്ടപ്പോ കുറച്ച് കോൺഫിഡന്റ് ആയി. പരിപാടി നമുക്ക് നമ്മളാണല്ലോ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് വരുന്നത് അല്ലേ? പിന്നെ വിനീതേട്ടനോ ഇത് പുതിയ തലുമാലെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടേ ഇല്ല. ചെറിയൊരു സംഭവം നമ്മൾ ജഗജാന്തരത്തിൽ ചെയ്തിട്ടുണ്ട്. റിയലിസ്റ്റിക് പരിപാടിയാണോ അല്ലേ? പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അതോ ഡാൻസ് പെട്ടെന്ന് പഠിക്കാം? വിനേട്ടൻ പെട്ടെന്ന് ഡാൻസ് പഠിച്ചു. സീരിയസ്ലി ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് പഠിച്ചു. നിങ്ങൾ എന്തെന്ന് പറഞ്ഞ വേറെ സോങ്? അതും സോങ് അല്ല ഞങ്ങൾ വേറൊരു ട്രാക്കിലാണ് ഞങ്ങളുടെ രീതി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പാട്ട് കിടക്കുന്നത് വേറെ സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും അതിലില്ലാതെ. എങ്ങനെയാ ക്യാരക്ടേഴ്സ് ഓരോരുത്തരുടെ? ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ പടത്തിലല്ല, പെരുമാറാണ് ക്യാരക്ടറാണ് ഉദ്ദേശിച്ചത്. ക്യാരക്ടേഴ്സ് എല്ലാവരും പോലീസുകാരാണ്. എന്റെ പേര് പേര് പറഞ്ഞു. പേര് ചോദിക്കരുത്. എല്ലാവരും പോലീസുകാരാണ്. വെളിപ്പെടുത്താൻ പറ്റാത്ത പേരാണോ? നമുക്ക് തന്നെ അറിയാത്തതുകൊണ്ടാണ്. അതെ. അപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഭൂരിഭാഗം പേര് ഇതിൽ കോൺസ്റ്റബിൾസ് ആണ്. അപ്പൊ അവരുടെ ഒരു ലൈഫും കാര്യങ്ങളും അതിന്റെ തമാശകളും പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കും. PC അല്ലേ, നമ്പർ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് പോലീസുകാരെ അങ്ങോട്ട് വിളിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. ഇതില് റിയാസ് പുതുമുഖ സംവിധായകനാണ്. അപ്പൊ റിയാസിന്റെ കൂടെ ഒരുപാട് കാസ്റ്റ് ഉണ്ടല്ലോ അതില്, അത്രയധികം പേര് വെച്ച് ചെയ്യുന്നത്. റിയാസിന് നേരത്തെ അറിയാം. റിയാസ് ജിംഷി ഖാലിദിന്റെ വള്ളി രാമേന്ദ്രനൊക്കെ സമയത്ത് റിയാസിനെ പരിചയം ഉണ്ടായിരുന്നു. എവിടെ? വള്ളി രാമേന്ദ്രൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ സമയത്ത് റിയാസിനെ അറിയാം. അപ്പൊ റിയാസ് കൂട്ടുകാരാണോ? കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പരിചയമുണ്ട്, ഭയങ്കര സൗഹൃദമൊന്നുമല്ല എന്നാലും. അപ്പൊ റിയാസ് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ കൂടി വിളിച്ചു. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷം. റിയാസ് ഭയങ്കര ക്ലാരിറ്റി ഉള്ള റിയാസ് ക്യാമറമാൻ ആയതുകൊണ്ട് തന്നെ ചിന്തിക്കുന്നതൊക്കെ ഷോർട്ട് ബൈ ഷോർട്ട് ആയിട്ടാണ്. റിയാസിന്റെ തോട്ട് മൊത്തം എഡിറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ള രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടാണ് പുള്ളിയുടെ, അങ്ങനെയാണ് പ്രോസസ്. ഒരുപാട് എടുത്തു വെക്കാതെ കറക്റ്റ് ആയിട്ടുള്ള. അതൊരിക്കലും വെറുതെ വേസ്റ്റ് സാധനമല്ല ഒരിക്കലും എഡിറ്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു ശില്പം ഉണ്ടാക്കുമ്പോൾ മരത്തിൽ അല്ലെങ്കിൽ ശില്പം നോക്കുമ്പോ മറ്റു താരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ രൂപത്തിലേക്ക് എത്തുന്നത് അല്ലേ? ചില സംവിധായകർ പറയുമല്ലോ ഒരുപാട് എടുത്തു വെക്കും, ചില പറയും എനിക്ക് കൃത്യം ഇത് തന്നെ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു വെക്കും. എഡിറ്റിംഗ് ടേബിളിൽ സിനിമ വിചാരിക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ളവര് അല്ല, ചിലർക്ക് ആദ്യമേ മനസ്സിൽ കൃത്യമായിട്ട് ആ ക്ലാരിറ്റി ഉള്ള കൂട്ടത്തിലാണ്. തോന്നിയില്ലേ എഡിറ്റിംഗിൽ വീണ്ടും സിനിമക്ക് ഇവോൾവ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. നമ്മൾ ചിന്തിച്ച പോലെ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് എഡിറ്റിംഗിൽ
രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഷോർട്സുകൾ കുറെ എടുത്തു കൊടുത്തിട്ട് അതിനൊരു മൂവി ഉണ്ടാക്കി കൊടുക്കും ചില എഡിറ്റേഴ്സ്. ശ്രീകർ പ്രസാദ് ഒക്കെ അങ്ങനത്തെ. പിന്നെ എക്സാക്ട് ഷോർട്ട് എടുത്തു കൊടുക്കും ഡയറക്ടർ. അത് വെച്ചിട്ട് ഡയറക്ടറുടെ ഒരു ലൈനപ്പിൽ എഡിറ്റർ ഉണ്ടാക്കി കൊടുക്കും. സഞ്ജേട്ടൻ വൈറ്റ് ഓൾട്ടോന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ വൈറ്റ് ഓൾട്ടോന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി അഭിനയിച്ച സെന്നയുടെ പടം ഉണ്ട്, അതിലൊരു ഫിക്ഷണൽ വേൾഡിലെ പോലീസുകാരനായിട്ടാ. എന്താ കഥ എന്ന് പോലും അറിയാതെ അഭിനയിച്ച ഒരു അവസ്ഥയായിരുന്നല്ലോ. ഇവിടെ എല്ലാം കഥ സാധാരണ നമ്മളൊക്കെ കാണുന്ന പോലീസുകാരൻ തന്നെയാണ്. അപ്പൊ അതിൽ വ്യത്യാസം ചിരിച്ചിട്ട് പറയണം അങ്ങനെ. എന്തൊക്കെ അറിയണം. ഷൈൻ ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാ ഇതിലെ ഇത് സാധാരണ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ ഉദ്യോഗം ചെയ്യുന്നുള്ളൂ. സാധാരണ നമ്മളെല്ലാവർക്കും ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇവർക്ക്. ഇപ്പോൾ അല്ലാതെ ഇവര് ആക്ഷൻ ഓർഡർ കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ വെടിവെക്കാൻ നിൽക്കുന്ന ആൾക്കാരോ അടിക്കാൻ ഓടുന്ന ആൾക്കാരോ അല്ല. ഇവർക്ക് എല്ലാവർക്കും ഓരോ കുടുംബവും ഉണ്ട്, അതിന്റെ ഈഗോസ് ഉണ്ട്, അതിന്റെ പല പല സ്വഭാവ സവിശേഷതകളുണ്ട്. കണ്ടില്ലേ എല്ലാ കുഞ്ഞുകുട്ടി പരാജയം അല്ലേ നിങ്ങളുടെ ക്യാരക്ടേഴ്സ്? ഇവരുടെ ക്യാരക്ടേഴ്സ് രണ്ട് സ്ത്രീകളുടെ ക്യാരക്ടേഴ്സ്. പോലീസുകാർ തന്നെയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവരായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇവര് വേറെ സ്റ്റേഷനിലെ ഉണ്ടയില് ഞങ്ങള് ക്യാമ്പിലുണ്ടായിരുന്നല്ലോ. അതെ, ഒന്നിച്ചേർന്നു. ഇപ്പോഴും ക്യാമ്പിലുണ്ടായിരുന്നു. നമ്മളിപ്പോ ഒരു സ്റ്റേഷനിലായി ഞങ്ങള് ക്യാമ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അതായത് അറിയോ എന്ത് ഉണ്ടായ ക്യാരക്ടർ അറിയാം, അതെനിക്കറിയാം. ഗോകുലൻ തന്നെയാണ് അതിൽ, PC ഗോകുലൻ എന്നാണ്. ജോജോ എന്നല്ലേ അതിലെ ക്യാരക്ടർ? ജോജോ. ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് റോണി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ഖാലിദ് റഹ്മാൻ എപ്പോഴും അത്രയും പെക്യുലർ ആയിട്ട് ചില സമയത്ത് ഇതിങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കുറെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം കിട്ടും. പക്ഷെ അതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രിപ്പയർ ചെയ്ത് വന്ന് മുഴുവൻ പറ്റുന്ന മാറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഉണ്ടയുടെ ഒരു മെമ്മറി എങ്ങനെയാണ്? നല്ല ഓർമ്മകളാണ് ഉണ്ടാക്കിയത്. 60 ദിവസം കണ്ട് ലവ് നല്ല ഓർമ്മകളായിരുന്നു. 70 ദിവസം കണ്ട് ഷൂട്ട് ചെയ്ത സിനിമ 100 ദിവസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ 100 ദിവസവും നല്ല ഓർമ്മകളാണ്. അതെ, എനിക്ക് തോന്നുന്നില്ല ഉണ്ടാന്ന് പറഞ്ഞ നമ്മുടെ അതെ പുറത്തുപോയി ചെയ്തല്ലേ? അതെ 40 ദിവസമുണ്ട്. 60 കുറച്ചധികം ദിവസം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 60 ദിവസം എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓർമ്മകളാണ്. അവിടുന്ന് പിന്നെ പോലീസ് സ്റ്റേഷനിലുള്ള പിന്നെ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ചെയ്യുന്നൊരു പോലീസ് സ്റ്റേഷൻ അല്ലേ? വേറൊരു ചെറിയൊരു പോലീസുകാരനായിട്ട് നമ്മളിവിടെ ചെയ്തു. വിനീതേട്ടനും ഇതല്ലേ ആദ്യത്തെ മുംബൈയിൽ നിന്നൊരു പ്രൊമോഷൻ? വിവേകാനന്ദ ഞാൻ കണ്ടിട്ടുണ്ട്. ജൂൺ തൊട്ട് ഒരു പ്രൊമോഷൻ കിട്ടി മുംബൈയിൽ നിന്ന്. ജൂൺ തൊട്ട് പോലീസിൽ കയറി. ഇപ്പൊ നമ്മളിടയ്ക്ക് ബിജുചേട്ടനിലൂടെയാണ് ആദ്യം അയ്യപ്പനും കോശിയിലും നല്ല തല്ലു മേടിച്ച് പിന്നെ തങ്കത്തിൽ ബിജോയ് എന്നുള്ളൊരു ചങ്ക് ആയിട്ട് വന്ന് ഇവിടെ എത്തുമ്പോ എങ്ങനെയാ കോമ്പിനേഷൻസ്? ഇവിടെ എത്തുമ്പോ നമ്മളെല്ലാവരും ഒരു പോലീസുകാർ തന്നെയാണ്. പക്ഷെ ആള് വിജയേട്ടൻ കുറച്ച് സീനിയർ പോലീസാണ്. അപ്പൊ നമ്മൾ സാറിനൊക്കെയാണ് വിളിക്കുന്നത്. നമുക്ക് ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഭയങ്കര സ്നേഹം, ഭയങ്കര ഫ്രണ്ടായിട്ടാണ് നമ്മളതിൽ ഉള്ളത്. വിജയേട്ടൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഈ വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി പാട്ട് ഓർമ്മ വരുന്നേ? ഇവരുടെ ആ ഒരു ഡാൻസ് അല്ലേ? പോലീസാണ് പട്ടാളാണ് വ്യത്യാസമല്ലേ? അതെ, ആ വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ആ ഒരു സെറ്റപ്പ് ഒക്കെ നമ്മൾ അങ്ങനത്തെ ഒരു സോങ് കാണുമ്പോ ഓർമ്മ വരും. ഇതിലും ഒരു മിലിറ്ററി ചായയുള്ള ഒരു യൂണിഫോം വരുന്നുണ്ട്. അത് ക്യാമ്പാണല്ലോ കാണിക്കുന്നത്. ഷൈൻ ചേട്ടൻ ഉണ്ടാ സമയത്തുള്ള ഒരു ഷൂട്ടിന്റെ മെമ്മറി ഒക്കെ എന്താ? കാരണം കുറെ സ്ട്രഗിൾ ഇവരെല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ. സ്ട്രഗിള് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ഇതിനിപ്പോ രാത്രി ഉറക്കൊഴിക്കുന്നത് മഞ്ഞുകൊള്ളൊന്നും നമുക്ക് പ്രശ്നമല്ല. പഠിക്കാനുള്ള വല്ല കാര്യമൊക്കെയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളും തലവേദനയും പനിയൊക്കെ വരും. അപ്പൊ നമുക്ക് താല്പര്യമുള്ളതിനനുസരിച്ചാണ് നമ്മൾ. സിംഗ് സൗണ്ട് ആണെന്ന് കേട്ടിട്ടുണ്ട് അന്ന് ഉണ്ട ചെയ്തത്. ബുദ്ധിമുട്ടുണ്ടായിരുന്നോ സിംഗ് സൗണ്ട് ചെയ്യുന്നതിലൊരു ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നോ? ഇല്ല, അതിനു മുന്നേ സിംഗ് സൗണ്ട് പടങ്ങൾ വന്ന് തുടങ്ങിയിരുന്നു ആക്ച്വലി. ഡയലോഗുകളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ പറയണം ആ സമയത്ത് വ്യക്തമായിട്ട്. അതിനു വേണ്ടി കൂടുതൽ ടേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ പ്ലേയുടെ ഒരു ഭംഗി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എളുപ്പം സിംഗ് സൗണ്ട് ആണ്. ഡബ് ചെയ്യാൻ ഭയങ്കര ഡബിംഗ് സ്റ്റുഡിയോ ഒക്കെ എടുത്ത് മരിക്കണ്ടല്ലോ. ഡബ് ചെയ്യാൻ എത്ര പ്രാവശ്യം മരിക്കും അറിയോ? പിന്നെ പുറമൊരു ശബ്ദം ഉണ്ടാകുമ്പോൾ പാടില്ല. സിംഗ് സൗണ്ട് ചെയ്യുമ്പോൾ ഇപ്പൊ പ്രശ്നങ്ങളില്ല. അത് മായ്ക്കാൻ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് അല്ലെ? സൗണ്ടിൽ എന്താണ് ഓവർലാപ്പ് പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കും. നമുക്കത്
ഞാൻ ചെയ്തിട്ടുണ്ട് സിംഗ് സൗണ്ട്. കണ്ണൂർ സ്ക്വാഡില് പോലീസ് അല്ല അവിടുത്തെ ഒരു സ്റ്റാഫ് ആണെങ്കിലും അതായിരുന്നു ഹിറ്റ്. വെളച്ചിലെടുക്കരുത് ആ ഒരു സീന് ഷൂട്ട് ചെയ്യുന്നത് രസകരമായിട്ടാണ്. നമുക്കിത് ഇത്രയും ചിരി ഉണ്ടാക്കുന്നുണ്ട്. മമ്മൂക്കാന്റെ കൂടെ ഉള്ള സീൻ ഷൂട്ടിങ് എങ്ങനെയായിരുന്നു? അത്ര രസം ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടയുടെ സമയത്ത് സിംഗ് സൗണ്ട് ആണല്ലോ. അപ്പൊ സൈലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ ആൾ ഒരേ ശബ്ദം കേൾക്കുന്നു. അപ്പൊ അഭിരാം പറഞ്ഞു വേറെ ആരല്ല എന്റെ ഹൃദയം അടിക്കണതാ. മമ്മൂക്കാട് മുഖത്ത് നോക്കുമ്പോ വടക്കം വീരാതെ മുതലുള്ള ക്യാരക്ടേഴ്സ് ഓർമ്മ വരുന്നത്. അതുപോലെ അതുപോലെ ആയിരുന്നില്ല, വേറെ പടം മാറ്റി വടക്കം വീര. ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ മമ്മൂക്ക ആദ്യം ഒരു പോർഷൻ ഉണ്ടല്ലോ മമ്മൂക്ക ഇല്ലാത്ത, അപ്പൊ ആ സമയമാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അപ്പൊ മനസ്സിൽ മുഴുവൻ ഇത് കഴിഞ്ഞാൽ കയറി വരും എന്നുള്ളൊരു ടെൻഷനിലാണ് ആ സീൻ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ പുള്ളിക്ക് കൂളായിട്ട് കയറി വന്നു. ഭയങ്കര ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെ ഭയങ്കര നോർമലായി കാര്യങ്ങളൊക്കെ. എനിക്ക് ആ സമയത്ത് ഒരു ടെൻഷൻ കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി, പുള്ളിക്ക് മനസ്സിലായി തോന്നുന്നു എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടോ എന്ന്. പുള്ളിക്ക് ഒരു ഡൗട്ട് തോന്നുന്നു. അത് പുള്ളി അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അടുത്തൊരു ഷോർട്ട് ഫിലിം വന്നു ജസ്റ്റ് ജിത്ത്. അത് ഞാനൊരു 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴാണ് നമ്മള് ഇതല്ലേ ഫസ്റ്റ് നമ്മള് കുറച്ച് സീനുകളുണ്ടല്ലോ നമ്മൾ ഒരുമിച്ച്. ഇത് ഞാനൊരു 2 വർഷം മുമ്പ് ചെയ്തിരിക്കുന്നതായിരുന്നു. ഒരു ഷോർട്ട് ഫിലിം റിലീസ് ആയിരുന്നു നമ്മുടെ പഴയ. ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നില്ല. അല്ല, റിലീസ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നതാ ഞാൻ ചോദിച്ചത്. കൊറേ ആയോ അത് ചെയ്ത് വെച്ചിട്ട്? അത് സൂപ്പർ ശരണിക്കൊക്കെ മുമ്പ് ചെയ്തതാ ശരിക്കും. അത് റിലീസിന് ഇത്ര അതെന്തോ അവർക്ക് മ്യൂസിക്കിന്റെ ഒക്കെ എന്തൊക്കെയോ ഡിലേ കാരണം അതുകൊണ്ട് അതെ അതാണ് ഡിലേ ആയത്. പക്ഷെ അത് നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പോഴും. തുണ്ട് ശരിക്കും നിങ്ങൾ എപ്പോഴാണ് തുണ്ടിന്റെ ഒരു പ്രൊജക്ട് നിങ്ങളിലേക്ക് വന്നത്? കുറച്ചായോ അത്? എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. കാരണം തുണ്ട് ആദ്യം ആരായിരുന്നു ഇതിൽ കാസ്റ്റ് ചെയ്തിരുന്നത്? നമ്മുടെ ബിജുചേട്ടൻ അല്ല, വേറെ ഈ ക്യാരക്ടർ അല്ല, എൻ്റെ അടുത്തേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ ക്യാരക്ടർ എത്തുന്നത്. തുണ്ടിലെ ക്യാരക്ടർ ഗോകുലിനെ കുറിച്ച് മുന്നേ ആദ്യം കാസ്റ്റ് ചെയ്യാൻ അല്ലേ? നരേഷൻ മുമ്പ് ഉണ്ടല്ലോ, തലമാലയിലും ഒക്കെ പിടിക്കുന്നുണ്ട്. ഈ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ്, ജിഷി ഖാലിദ്, ആ ഒരു ടീം അത് ഇത്രയും പൗണ്ടേൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു കംഫർട്ട് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, അങ്ങനെ എല്ലാ സിനിമയിലും വർക്ക് ചെയ്യണ പോലെ തന്നെയുള്ളൊരു ഇത് തന്നെയാണ് സൗഹൃദത്തിന്റെ. പിന്നെ നമ്മളെ ഇതിപ്പോ നമ്മള് സുഹൃത്തുക്കളായതുകൊണ്ടല്ല കാസ്റ്റ് ചെയ്യുന്നത്. നമ്മളെ നമുക്ക് പറ്റിയ പരിപാടി ആയതുകൊണ്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ കൂട്ടുകാരനാണ് ചോദിക്കും. പടങ്ങൾ വരുമ്പോ എനിക്ക് പറ്റിയതുണ്ടോ ചോദിക്കാൻ ചെയ്യും. നമ്മളെ കാസ്റ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളായതുകൊണ്ടല്ല. അല്ല, അത് ഈ അയ്യപ്പനും കോശിയിലും ആ ലോഡ്ജിന്റെ മുകളിലെ ഫൈറ്റ് കഴിഞ്ഞൊരു വീഴ്ചയുണ്ട്. അതില് അത് സേഫായി വീണ വീഴ്ചയാണോ അത്? അതിങ്ങനെ നമ്മള് മറ്റേ ബെഡല്ല അട്ടപ്പെട്ടി. പക്ഷെ മുകളിൽ നിന്ന് കാണുന്നതല്ലേ ഒറ്റയടിക്ക്. അന്നത്തെ ഫൈറ്റ് വെയിറ്റുള്ള കാരണം ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും. അത് നമ്മള് സിനിമയല്ലേ, അത് വന്നാലും വലിയൊരു ഗ്രഹല്ലേ. വിജയേട്ടന്റെ ക്യാരക്ടർ ഒരു കരിയറിലെ മൈൽ സ്റ്റോൺ ആയ ക്യാരക്ടർ അല്ലേ അത്? അന്ന് അത്രയും ഇതുള്ളൊരു അയ്യപ്പൻ നായർ ചെയ്യുമ്പോഴേ വിജയേട്ടൻ കൂളായിരുന്നു സെറ്റിലൊക്കെ? അല്ലെങ്കിൽ അത്ര വലിയ ഇപ്പോഴും ഈ ഏത് വലിയ ക്യാരക്ടർ ആയാലും പുള്ളി എപ്പോഴും പറയാറുണ്ട് ക്യാരക്ടർ ഒന്നും എന്റെ ഉള്ളിൽ നിൽക്കാറില്ല. അത് കഴിഞ്ഞ് തങ്കത്തിലേക്ക് വിജോയിനെ വിളിക്കുമ്പോഴേ, വിജയ് ത്രൂ ഔട്ട് ഉള്ളതാണ്, അത് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ഉള്ള അതൊരു സന്തത സഹചാരി എന്നൊക്കെ പറയുന്ന റോള് ചെയ്യാൻ അതെങ്ങനെയായിരുന്നു? അത് നമ്മള് റാഫത്ത് ഡയറക്ടർ വിളിക്കുന്നു, ഒരു ത്രൂ ഔട്ട് പടം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. നമ്മൾ ചെല്ലുമ്പോഴാണ് അവിടെ ശ്യാം പുഷ്കറും ഗിരീഷ് ബോധനൊക്കെ നമുക്ക് കാണുന്നത്. നമുക്ക് അറിയില്ല അങ്ങനെ ഒരു ഭാവന സ്റ്റുഡിയോസിന്റെ ഒന്നും അറിയില്ല. പിന്നെ ബിജുവേട്ടൻ നായകൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ടാവും. പിന്നെ നമ്മുടെ ക്യാരക്ടർ നമ്മൾ നോക്കണ്ട. ഓക്കിന് അങ്ങനത്തെ ക്യാരക്ടർ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യം ആദ്യമായിട്ടല്ലേ ബിജുചേട്ടന്റെ കൂടെ? ബിജുചേട്ടന്റെ കൂടെ ആദ്യമായിട്ടാണ്. ഷൈൻചേട്ടന്റെ കൂടെ ആദ്യമായിട്ടാണ്. കൊറേ ടീമുകൾ ഇവിടെ ജോയിൻ ചെയ്യേണ്ട കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ, പല ഉണ്ടയിലുള്ള കുറച്ച് പേരുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ബിജുചേട്ടൻ കൂളാണ്. എത്ര കൂളാണ്?
എത്ര കൂളാണ്, ഫുള്ള് കൂളാണ്, അതെ ഭയങ്കര കൂളാണ്, ഒരു പ്രശ്നവും ഒരു പ്രഷറും ഇല്ല. വളരെ ബിജുചേട്ടൻ പിന്നെ നമുക്ക് ഇന്റർവ്യൂ കണ്ടിട്ടും ആ ഒരു നമുക്കറിയാം ബിജുചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ്. പുള്ളി ഭയങ്കര കൂളാണ്, ഫണ്ണിയാണ്, ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫൈറ്റ് ഒരു ബ്ലാസ്റ്റ് ഒക്കെ പോലെയാണല്ലേ ട്രെയിലറിൽ തോന്നുന്നത്. അങ്ങനെ ഫൈറ്റ് ഉണ്ടായിരുന്നോ കാര്യമായിട്ട്? അത് ഞാനിപ്പോ പറയുന്നില്ല, തിയേറ്ററിൽ കണ്ടാൽ മതി. നമ്മൾ വെറുതെ സസ്പെൻസ് കളിക്കരുതല്ലോ. സ്പോയിലർ. നിങ്ങൾ വേറെ സ്റ്റേഷനിലാണല്ലോ, അപ്പൊ ആ സ്റ്റേഷനിൽ ഫൈറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാലോ. അവിടെ ഉണ്ടോ ഫൈറ്റും കുറച്ച് ഇതേപോലെ കഷ്ടപ്പാടുണ്ടായിരുന്നോ? ഇല്ലില്ല, ഞാൻ ചെയ്യുന്ന സീനുകൾ മുഴുവൻ നല്ല കോമഡി സീനുകളായിരുന്നു. കോമഡിയാണ് ഫുള്ള് കഥ എനിക്കറിയില്ല, അതായത് ഞാൻ ചെയ്യുന്ന ആ ക്യാരക്ടർ മാത്രം എനിക്ക് കുറച്ച് അറിയാം. ഫുള്ള് പറഞ്ഞിട്ടില്ല. അപ്പൊ അതെനിക്ക് വളരെ ഹാപ്പി ആയിട്ട് തോന്നി. ഷൈൻ ചേട്ടന് കഴിഞ്ഞ വർഷം എടുത്ത 15 സിനിമ എന്തോ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയധികം സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം പൊതുവെ നോക്കുമ്പം സ്റ്റാർസ് കുറച്ച് കുറവാണല്ലോ എടുക്കുന്നത്, മെയിൻ ലീഡൊക്കെ ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഇത്രയും സിനിമകൾക്ക് ഒന്നിനു പുറകെ ഒന്നായി ഓടുമ്പോൾ ഒരു ക്യാരക്ടർ കഴിഞ്ഞ അടുത്ത ക്യാരക്ടറിലേക്കുള്ള ഒരു ട്രാവൽ എളുപ്പമാണോ? പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്നല്ലേ, ഒരു ദിവസമൊക്കെ എടുത്തിട്ടാണ് ഒരു ദിവസം ചെയ്യണ ക്യാരക്ടർ സ്വിച്ച് ചെയ്യാൻ നമ്മൾ. മറ്റേ രാവിലെ ഒരു ഷെഡ്യൂൾ പഴയ ജഗതി ചേട്ടനൊക്കെ ചെയ്ത പോലത്തെ അങ്ങനത്തെ ഒരു ഷെഡ്യൂൾ ഓട്ടമുണ്ടോ? അങ്ങനെ പറഞ്ഞു, സോറി, മാറ്റിക്കോ. തെലുങ്ക് ചെയ്യില്ലേ? അല്ല, നമുക്ക് ഡെയിലി ഷൂട്ട് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവും, നമുക്ക് ചെയ്യാൻ വർക്കുണ്ട് എപ്പോഴും. അതുണ്ടാകുമ്പോൾ നമുക്കൊരു എനർജി കൂടുതലാണ്, നമുക്ക് എത്ര നേരം നിന്നും വർക്ക് ചെയ്യാം. ഇതായത് കൊണ്ട് മാത്രം വേറൊരു പരിപാടിക്ക് നമ്മളെ പറ്റൂല. പക്ഷെ ഇത്ര അധികം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അകത്ത് സ്വിച്ച് ചെയ്യാനൊന്നും പാടില്ല. നമ്മളിപ്പോ നിങ്ങളുടെ അടുത്ത് വർത്താനം പറയണ പോലെ അല്ലോ എൻ്റെ അടുത്ത് പോവാം, അതുപോലെ ഞാൻ ഗോകുലിന്റെ അടുത്ത് പറയാം, മനസ്സിലായ? അങ്ങനെ സ്വിച്ചിങ് ഉള്ളു. പിന്നെ ഇതൊന്നും നമ്മുടെ കലയല്ലല്ലോ പൂർണ്ണമായിട്ടും. ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാളുടെ കലയാണല്ലോ, പുള്ളി അതിനെ ഗൈഡ് ചെയ്ത് കറക്റ്റായിട്ട് എത്തിക്കും. അങ്ങനത്തെ അതാണ് ഡയറക്ടറിന്റെ സ്പെഷ്യാലിറ്റി. നമ്മൾ പിന്നെ ചില ആക്ടേഴ്സിന്റെ ഇപ്പോൾ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ രീതികൾ വല്ലാതെ പ്രേക്ഷകർ അട്രാക്ട് ചെയ്ത് അവർ അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ ഷൈൻ ചേട്ടന് അങ്ങനെ ഒരു വിമർശനം ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്റർവ്യൂ മാത്രമല്ല ഞാൻ പറഞ്ഞു, ജനറലി നമ്മൾ അടുപ്പിച്ച് നമ്മൾ പ്രേക്ഷകർക്ക് നമ്മളെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു പടവുമായി നമ്മൾ കരാറിൽ ഏർപ്പെടുമ്പോൾ അതിന് 3-4 ദിവസം പ്രൊമോഷൻ കൊടുക്കണം. ആ സമയങ്ങളിലെല്ലാം ഓൺലൈൻ മീഡിയയും പ്രിന്റ് മീഡിയയും വന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ ഒരു 3-4 ദിവസം കൊണ്ട് എടുക്കും. അടുത്ത പടത്തിന്റെ റിലീസിനും അങ്ങനെ കൊടുക്കണം. ഇപ്പൊ 1000കണക്കിന് ഇന്റർവ്യൂ ആയി, ആൾക്കാർ ബോറടിയാ. ഇവരൊക്കെ നമ്മൾ ഓടിപ്പിക്കാതിരുന്ന് വായിക്കും. ഒരാൾ ഇത്ര ഇന്റർവ്യൂ, ശരിക്കും ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കം. നമ്മളൊക്കെ മമ്മൂക്കായുടെയും മോഹൻലാലിന്റെ ഒക്കെ ഇന്റർവ്യൂ പണ്ട് കണ്ടിരുന്നത് ഒരു ദേശീയ അവാർഡ് കിട്ടുമ്പോഴും ഒരു സംസ്ഥാന അവാർഡ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഒരു കുടുംബപരമായിട്ടുള്ളൊരു സംഭവം. ഇത് ഓവറായിട്ട് ഇങ്ങനെ. പക്ഷെ തിയേറ്റർ പഴയ പോലെ അല്ലല്ലോ, ആളുകൾക്ക് തിയേറ്ററിലേക്ക് ഇപ്പൊ പോകണം നിർബന്ധമുള്ള സിനിമ കാണണമെങ്കിൽ, അല്ലാതെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. അല്ല, അതുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു അതെ, അതുകൊണ്ട് തന്നെ പ്രൊമോഷനും പഴയതിനേക്കാൾ അതിന്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടല്ലേ ചാനൽസ്, റേഡിയോ, മനസ്സിലായോ? അല്ല, അപ്പൊ പ്രൊമോഷൻ ശക്തമാക്കണല്ലോ. പഴയ കാലത്തെ ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്ന പോലെ. അതെ അതെ തീർച്ചയായും. ഞാൻ പറഞ്ഞ അത് മാത്രമല്ല, അല്ലാതെ നമ്മളെ ആളുകൾ കൂടുതൽ കാണുമല്ലോ സോഷ്യൽ മീഡിയയൊക്കെ. പഴയ കാലം പോലെ അല്ലല്ലോ, ആക്ടർ എപ്പോഴും നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി കൂടുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഓരോ ക്യാരക്ടറിലും നമ്മളെ അല്ലാതെ വേറൊരാളെ പോർട്രേ ചെയ്യാൻ കാലഘട്ടത്തില് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാറ്റി, ട്രാക്ക് മാറ്റി. അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല ആക്ടേഴ്സിന്. ആക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി കറക്റ്റ് ആയിട്ട് ആ ക്യാരക്ടർ ചെയ്യാൻ. അതാ പറഞ്ഞത്. അത് പിന്നെ ചില സമയത്ത് നമ്മൾ വെറുതെ പോയിട്ട് ആ കഴിഞ്ഞ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് മാറ്റി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്യും. വെറുതെ ആവശ്യം അത് നമുക്ക് മാനറിസം ഒക്കെ കൃത്യമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് ആവശ്യപ്പെടുന്ന ക്യാരക്ടേഴ്സിന് മാത്രം. ഇപ്പൊ ഷൈൻ ചേട്ടന് ആൾക്കാർക്ക് അറിയാം, ഷൈൻ ചേട്ടൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാം. അത് ഭയങ്കര എന്റർടൈനിങ് ആണ്. അത് കണ്ടിട്ടായിരിക്കും നമ്മൾ ഡയറക്ടറെ. അതാണ് അതിന്റെ ഒരു സംഭവം. പിന്നെ അത് ആവശ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മള് ആവശ്യപ്പെട്ട കൊടുക്കും. അതെ. കൈപ്പുഴ കുഞ്ഞപ്പൻ ചെയ്ത സമയത്ത് ഇത്രയും വലിയ കൈപ്പുഴ കുഞ്ഞപ്പൻ തന്നെയല്ലേ കുറെ കാലം, ഇപ്പോഴല്ലേ എല്ലാരും വിനീത് തട്ടിൽ എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ വിനീത് തട്ടിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി യങ്ങായിട്ടുള്ള അല്ല, ഈ രൂപമായിട്ട് ഒരുപാട് വിനീത് ഉണ്ടല്ലോ. തിയേറ്റർ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നാടകം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഫിലിമിലേക്ക് വരുന്നത്? നമ്മുടെ സുഹൃത്തുക്കള്, ഏത് സുഹൃത്തുക്കള്? നമ്മുടെ അരുൺഘോഷ്, ബിജോയ് ചന്ദ്രൻ, മനസ്സിലായേ. അപ്പൊ അങ്ങനെ കയറി വന്നതാ നമ്മള്. കൈപ്പുഴ കുഞ്ഞപ്പൻ ചെയ്തത് അന്ന് പ്രതീക്ഷ ഇത്ര ഇമ്പാക്ട് അത് ഉണ്ടാക്കുന്നൊക്കെ. കൈപ്പുഴ കുഞ്ഞപ്പൻ ചെറിയൊരു സംഭവമല്ല, പക്ഷെ കൈപ്പുഴ കുഞ്ഞപ്പൻ 1-ലുണ്ട്. അത് പറയുന്നുണ്ട്. അല്ല, ആടിലുണ്ട്. 2 വന്നപ്പോ നമുക്കത് കുഞ്ഞപ്പനായിട്ട് ഞാൻ വന്നപ്പോ
എളുപ്പമായി. അതിന് മുമ്പ് അങ്കമാലി ഡയറീസിലും അങ്കമാലി ഡയറീസിന്റെ ഇൻട്രോ തന്നെ, അതെ ഇൻട്രോ തന്നെ ആ ബസ്സിലിരിക്കുന്ന സീനല്ലേ, ആമേനിലെ തെങ്ങ് കയറ്റക്കാരൻ, അതും ഒരു LJP സിനിമകളല്ലേ. ആ തുടക്കത്തിൽ അത്തരം ഒരു സിനിമകളുടെ ഭാഗമായത് എങ്ങനെയാ കരിയറിനെ ഹെൽപ്പ് ചെയ്ത സിനിമ? അതല്ലേ പിന്നീടുള്ള സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതല്ലേ അങ്ങനെയല്ല, ഓരോ സ്കൂളുകളാണ്. രണ്ട് സീനൊക്കെയാണ് ആ പടങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ സിനിമ അത് ഭയങ്കരമായിട്ട് വിജയിക്കുമ്പോൾ എല്ലാ ക്യാരക്ടറുകളും നന്നാവല്ലോ. അപ്പൊ നമുക്ക് തുടരെ പടങ്ങൾ കിട്ടി തുടങ്ങി. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങി. പക്ഷെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല അല്ലെ? പുതിയൊരു ലൊക്കേഷനിൽ വരുമ്പോഴും അല്ലെങ്കിൽ പുതിയൊരു ആക്ടർ വരുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ലൊക്കേഷൻ വിട്ട് എന്താ ചെയ്യാ? നിങ്ങൾ കോൺഫിഡന്റ് ആണ് പറയുന്ന കാര്യത്തിലും. ടെൻഷൻ ഇല്ല. ഒരു ക്രൗഡിൽ നിന്നാലും പുള്ളിനെ ശ്രദ്ധ ഉള്ളിലേക്ക് നമ്മളതങ്ങനെ കണ്ട് നമുക്കങ്ങനെ ഇപ്പൊ നമുക്ക് പടം ടർബോ ചെയ്തു. ടർബോ ഒരു നല്ല വേഷം നമുക്ക് കിട്ടിയത് വൈശാഖ് സാറിന്റെ കൂടെ. അപ്പൊ അത് ചെയ്തു. അപ്പൊ നമുക്ക് കാണുമ്പോൾ ആദ്യത്തെ ഒരു നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അല്ല, ചിലവർക്ക് അത് തീരെ ഡൈജസ്റ്റ് ആവില്ല. ഒപ്പം അഭിനയിക്കുമ്പോൾ അവർ ഭയങ്കര ഡൈജസ്റ്റ് ആവും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പുള്ളി പേടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ചെറുതായിട്ട് ആർക്ക് വന്നാലും ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. നമുക്കൊക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിലാണ്ട് സെറ്റ് ആവും. ചിലർക്ക് 2 ദിവസം കഴിയേണ്ടി വരും. 20 ദിവസമായിട്ട് 20 വർഷമായിട്ടും മാറത്തിലുണ്ട്. ചിലർക്ക് 2 ദിവസമൊക്കെ കഴിയും. നമുക്കൊരു 10-15 മിനിറ്റില് സെറ്റ് ആവാറുണ്ട്. ഷൈനേട്ടന് അങ്ങനെ പേടിയുണ്ടോ? ഈ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോ ആ ഒരു ക്യാമറയുടെ പുറകിൽ കുറെ കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ മുന്നിൽ നിൽക്കുമ്പോ ഈ പറഞ്ഞ 20 വർഷമായി പേടിയുണ്ടെന്ന് ശരിക്കും പറഞ്ഞതാണ്. 20 വർഷമായി ഇൻഡസ്ട്രിയിലെ ഭാഗമായിട്ട് ഉണ്ട്. അല്ല, അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ ആ ക്യാരക്ടറായി നിൽക്കുന്ന ആ ഫസ്റ്റ് ഷോട്ടില് ആദ്യ ദിവസം ഒരു ടെൻഷൻ ഉള്ള ആളാണ്. അങ്ങനത്തെ ടെൻഷൻസ് ഇല്ല നമുക്ക്. കാരണം ഞാൻ ഇതിൽ വർക്ക് ചെയ്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് നമുക്കറിയാം ഇവിടുത്തെ ഓരോ പോയിന്റുകളും ഇവിടുത്തെ ഓരോ സാധനങ്ങളും ഇവിടുത്തെ ഓരോ ആളുകളും മനസ്സിലായി. ആ സ്ഥലവുമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥലവുമായി പരിചയപ്പെടുന്നത് ഒരു സാധനം ചെയ്യാൻ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയാണ്. അത് എക്സ്പീരിയൻസിലൂടെയാണ് കിട്ടുക. മറ്റത് പെട്ടെന്ന് ഒരാൾ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹർക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു. പുള്ളിക്ക് പേടിയേ ഇല്ല, കണ്ടാ തന്നെ അറിയാം. അല്ല, അങ്ങനെയല്ല, ശീലായി അതിന്. അല്ല, ശീലല്ല, മറ്റു ശീലല്ല. നമ്മള് ആ സാഹചര്യമായിട്ട് ഇണങ്ങിന്ന് പറയാം. ആരായിട്ട് ഇണങ്ങി? അല്ല, നമ്മള് ക്രൗഡ് കണ്ടേ സഞ്ജേട്ടന് ഈ നിങ്ങളുടെ ഒരു സൗഹൃദത്തിൽ വന്ന് പിന്നെ ഈ പല പല ഗ്യാങ്ങുകളുടെ ഭാഗം പലതരം ടീമിന്റെ കൂടെ ചെയ്യുന്നു. ഇപ്പൊ സെന്ന ഹെഡ്ഗയുടെ ഇതിന്റെ ഭാഗമായിട്ട് ശ്രീരാജിന്റെയും സെന്ന ഹെഡ്ഗയുടെ ഒക്കെ ഒരു അവരുടെ കൂടെ സിനിമകൾ ചെയ്യുന്നുണ്ട് അല്ലേ? തിങ്കളാഴ്ച പത്മിനി ചെയ്യുമ്പോ അല്ലെ, ചാക്കോച്ചന്റെ ഒക്കെ കൂടെ, അങ്ങനെ പല പല ആളുകളുടെ കൂടെ ചെയ്യുമ്പോഴേ നമ്മൾ ആദ്യം ഇനീഷ്യലി നമ്മളൊരു സുഹൃത്ത് സർക്കിളിൽ നിന്ന് വന്ന് അപ്പൊ അത് എന്താണ് ഒരു എഴുത്തുകാരനും അടങ്ങും. അപ്പം റൈറ്റർ എന്നുള്ള രീതിയിലും ആക്ടർ എന്ന രീതിയിൽ ഈ പല പല സ്പേസുകളിൽ വർക്ക് ചെയ്യുന്ന എങ്ങനെ ഹെൽപ്പ് ചെയ്തത്? ശരിക്കും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു, മലയാളത്തിൽ ഈ സ്റ്റാർസിന്റെ ഒന്നും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയല്ലോ, നമുക്ക് പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി ഇതാവുമ്പോൾ നമ്മുടെ കൂടുതൽ മിങ്കിൾ ചെയ്യാനും ഒക്കെ ഒരു വളരെ കൂടുതലാവുമ്പോഴാണ് ഇവര് ചൂടാവും. അല്ല, മലയാളത്തിൽ ശരിക്കും. പക്ഷെ എന്നാലും നമുക്കൊരു പേടി ഉണ്ടാവും. നമ്മള് കണ്ട് ആരാധിക്കുന്ന ആൾക്കാരാണ് അവർ മുന്നിൽ വന്നിരിക്കുന്നു, അവരോടൊപ്പം അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടി. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കറിയാം ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നമുക്ക് വന്നാലും. പക്ഷെ നമുക്ക് എന്നാലും ഒരു നെഞ്ചിടിക്കുന്ന ഒരു മാറ്റം. അതെ, അത്രേ ഉള്ളൂ. അതന്നെ. അപ്പൊ അങ്ങനത്തെ പ്രശ്നം ശരിക്കും എല്ലാവരും ഇപ്പോ ചാക്കോച്ചനൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും നമ്മള് ഫ്രണ്ട് സർക്കിളിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. അത്രയും കൂളായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ തുണ്ട് തിയേറ്ററിൽ എത്തുമ്പോഴേ എത്തരത്തിലൊരു സിനിമയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? ഇതൊരു കോമഡി ഫിലിമാണ്. എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്ന് ആസ്വദിച്ചു പോകാവുന്ന ഒരു സിനിമയാണ്. ഒറ്റയ്ക്ക് വന്നാലും ആസ്വദിക്കാം, ഒറ്റയ്ക്ക് വരാം. എല്ലാവരും കൂടി ഇരുന്നിട്ടാണല്ലോ തിയേറ്ററിൽ പടം കാണാൻ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.